ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരില്ലയോ ദരിദ്രവാസികൾ മുഴുവൻ? ആ അമ്പലത്തിന് മുഴുവൻ മുന്നേ തെണ്ടിയിരിക്കുന്ന മനുഷ്യരില്ലേ? ഇവിടുന്ന് കാശ് കൊണ്ടുപോയി നമ്മൾ ഇടുന്ന സമയത്ത് അവിടെ ഈ തെണ്ടിയിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടുന്ന് കിട്ടാതെ പോയെന്ന് ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും നമ്മളിത് ഒരു സെക്കൻഡ് നേരം ആലോചിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഈ ലോകത്തിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുന്ന ഈ മുറിക്കകത്ത് ഇന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന ഈ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏത് റിലീജിയനാണ് സഹായിച്ചിട്ടുള്ളത്? ഭഗവത്ഗീതയ്ക്കകത്ത് ഈ ക്യാമറ ഉണ്ടാക്കുന്നതിനോ ഈ ടെലിവിഷൻ ഉണ്ടാക്കുന്നതിനോ വല്ലതും സഹായിക്കുമോ? ബൈബിളിനകത്ത് സഹായിക്കുമോ? ഖുർആനകത്ത് സഹായിക്കുമോ? ലോകത്തുള്ള ഏതെങ്കിലും ദിവ്യഗ്രന്ഥത്തിനകത്ത് ഈ കൊള്ളാവുന്ന മുറി ഉഷ്ണിക്കാതെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മുറി ഇതിനെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അരിമണി പെറുക്കി അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചവനും, ചെളി എങ്ങനെയാണ് കലമാക്കുന്നതിനും, ഒരു കഷ്ണം തടി എങ്ങനെയാണ് മേശയാക്കുന്നതിനും എന്ന് പറഞ്ഞാൽ ആശാരിയും മൂശാരിയാണ് ഈ ലോകം മാറ്റിയത്. അല്ലാതെ ഈ മഹാമാരി ലോകത്തിൽ ഒരു പുല്ലും ചെയ്തിട്ടില്ല. വെറുതെ ഇരുന്ന് ആളെ പറ്റിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. അതിനുള്ള സ്ഥലം എന്നുള്ളതല്ലാതെ വേറെ ഒരു മീനിങ്ങും അല്ല. അടിമകളാക്കാനല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാനൊക്കത്തില്ല. സ്വന്തമായി ചിന്തിച്ച് എന്നാൽ നമ്മൾ ഒരു അപകടത്തിൽ പെട്ടാൽ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് വേറെ എല്ലാ ജീവികളും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. നമ്മളിങ്ങനെ മനുഷ്യനാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നൊക്കെ പറയും. ഈ പറക്കാൻ കിളി പഠിച്ചത് ഈ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടാണ്. ഒരു ഈച്ചക്കറിയാൻ പറക്കാൻ, ഒരു കൊതുകിന് പറക്കാൻ അറിഞ്ഞൂടെ? അത് മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടും എല്ലാം പറക്കാൻ അറിഞ്ഞൂടെ? നമ്മൾ ഈ മനുഷ്യൻ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ജീവികളെല്ലാം സയൻറ്റിസ്റ്റുകളാണ്. അവർ പ്രാർത്ഥിച്ചിരിക്കുകയല്ല, അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശാസ്ത്രം. ലോകത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റി, രൂപമാറ്റത്തിനെ പറ്റി, അതെങ്ങനെ മാറ്റി എന്ത് വരും എന്ന് പറയുന്നതാണ് ശാസ്ത്രം. ഇവിടെ ഈ കാണുന്ന സകല ചെടികളും ശാസ്ത്രജ്ഞരാണ്. നമ്മളെപ്പോലെ മണ്ടന്മാരല്ല അവരാരും. അവർ ലോകത്തിനെ നേരിടുകയാണ് ചെയ്യുന്നത്, പ്രശ്നങ്ങളെ നേരിടുകയാണ് ചെയ്യുന്നത്, പരിഹാരങ്ങൾ കണ്ടെത്തുക ചെയ്യുന്നത്. ഈ കണ്ടെത്തുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയാണ് നമ്മൾ ഏറ്റവും മോശം. അവർ വീല് കണ്ടുപിടിച്ചതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? വെറുതെ ചോദിക്കുന്ന അറിഞ്ഞോട്ടാ, എനിക്ക് പറഞ്ഞു. അങ്ങനെയാണത്. വീല് കണ്ടുപിടിച്ച കാര്യമുണ്ട്, അതൊരു പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ഓർക്കാത്തത്. ഭാഷ, വാക്ക്, ലിപി എഴുതിയവരെ അറിയാവോ? ഇവിടെ ഒന്നും അറിഞ്ഞൂടാ. ഈ കോന്തന്മാരായിരിക്കുന്ന ഭഗവത്ഗീത എഴുതിയവൻ്റെ പേര് നമുക്കറിയാം, ബൈബിൾ എഴുതിയവൻ്റെ പേരറിയാം. കാശിന് കൊള്ളാത്ത പുസ്തകങ്ങളെ ഇതൊക്കെ യൂസ്ലെസ് ആണ്.